പ്രിയപ്പെട്ടവരെ, ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചരിത്രപരമായ സമാധാന കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രധാനമായും 14 കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഉണ്ടാകേണ്ട നടപടികൾ, വെടിനിർത്തലും പരമാധികാരവും, അമേരിക്ക, ഇറാൻ, അവരുടെ സഖ്യകക്ഷികൾ എന്നിവർക്കിടയിൽ ലെബനൻ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും ഉടനടി സ്ഥിരമായ വെടിനിർത്തൽ നടപ്പിലാക്കും. ഇവിടെ പ്രത്യേകമായും അമേരിക്ക, ഇറാൻ, അവരുടെ സഖ്യകക്ഷികൾ എന്നുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷിയായി ഇറാൻ പരിഗണിക്കുന്നത് ഇസ്രയേലിനെയാണ്. അതുപോലെ ഇറാന്റെ സഖ്യകക്ഷിയായി ലെബനാനിലെ ഹിസ്ബുള്ളയും അതുപോലെ ഹൂത്തികളെല്ലാം കടന്നു വരും. എല്ലാ ഭാഗങ്ങളിലും ഉടനടി സ്ഥിരമായ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്നാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം പരമാധികാരവും അഖണ്ഡതയും ബഹുമാനിക്കും. പരസ്പരമുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും വ്യക്തികളെ വധിക്കുക, ഇറാനിലുള്ള ഏതെങ്കിലും ലീഡേഴ്സിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ചാരപ്രവർത്തനങ്ങൾ നടത്തി രാഷ്ട്രത്തിന്റെ ഉള്ളിലുണ്ടാക്കുന്ന പ്രതിസന്ധികൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇതെല്ലാം ഈ കരാറിന്റെ ലംഘനമായി കണക്കാക്കും. അതുപോലെ സമുദ്രവുമായി ബന്ധപ്പെട്ട് ഉപരോധം പിൻവലിക്കൽ, അമേരിക്ക നാവിക ഉപരോധം ഉടനടി പിൻവലിക്കാൻ തുടങ്ങുകയും 30 ദിവസത്തിനകം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത് ഇപ്പോൾ അമേരിക്ക ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ്. 30 ദിവസത്തിനിടയിൽ പിൻവലിക്കുന്നു. കപ്പൽ ഗതാഗതം, പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിനുമിടയിൽ വാണിജ്യ കപ്പലുകൾക്ക് സൗജന്യവും സുരക്ഷിതവുമായ യാത്ര ഇറാൻ ഉറപ്പാക്കും. ഇത് 60 ദിവസത്തേക്കുള്ള കാര്യമാണ് എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞു. അതിനുശേഷമുള്ള കാര്യം, ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ച് എന്താണ് തീരുമാനിക്കുന്നത്? കടലിടുക്കിന്റെ ഭാവി ഭരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കടലിടുക്കിന്റെ ഭാവി ഭരണവും നാവിക ക്രമീകരണങ്ങളും സംബന്ധിച്ച് അന്താരാഷ്ട്ര നിയമപ്രകാരം മറ്റു രാജ്യങ്ങളുമായി ചർച്ച ചെയ്യും. ഇതിനെക്കുറിച്ച് ഇറാൻ കൂടുതൽ വിശദീകരണം നൽകിയിരിക്കുന്നത് ഞങ്ങളും ഒമാനും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഭാവി ഭരണം അതുപോലെ നാവിക ക്രമീകരണങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ അവിടെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇറാന് നൽകുന്ന സാമ്പത്തിക സഹായമാണിത്. ചരിത്രപരമായ നിക്ഷേപമാണ്. ഇറാന്റെ സാമ്പത്തിക വികസനത്തിനായി അമേരിക്കയും പ്രാദേശിക പങ്കാളികളും എന്ന് പറഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് $300 ബില്യൺ ബൃഹത്തായ പദ്ധതി നടപ്പാക്കുകയും ഇതിന്റെ നടപ്പാക്കൽ വിവരങ്ങൾ 60 ദിവസത്തിനകം തീരുമാനിക്കുകയും ആവശ്യമായ എല്ലാ അന്താരാഷ്ട്ര ലൈസൻസുകളും നൽകുകയും ചെയ്യും. $30 ബില്യൺ ഇറാന് നൽകുകയാണ്. അത് അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യകക്ഷികളോ നൽകുമെന്നാണ്. അതേസമയം ട്രംപ് പറഞ്ഞത് $1 പോലും അമേരിക്ക ഇറാന് നൽകുകയില്ല എന്നാണ്. ഒരുപക്ഷെ അത് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനായിരിക്കും ട്രംപ് താല്പര്യപ്പെടുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിലൂടെ $300 ബില്യൺ ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം പ്രധാനമായ കാര്യം, UN അതുപോലെ തന്നെ IAEA, അമേരിക്കയുടെ മറ്റു ഉപരോധങ്ങൾ എന്നിവയുൾപ്പെടെ ഇറാനുമേലുള്ള എല്ലാ ഉപരോധങ്ങളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായും, അത് ഈ 2 കക്ഷികളും നിർണയിക്കുന്ന ഒരു ഡേറ്റ് ആണ്, അതിനുള്ളിൽ പൂർണ്ണമായും പിൻവലിക്കും. ഉപരോധങ്ങൾ നീക്കുന്നതിന് ചർച്ചകളിൽ പ്രഥമ പരിഗണന നൽകും. എന്ന് പറഞ്ഞാൽ ഇറാന്റെ മേൽ ഇപ്പോൾ അമേരിക്ക മാത്രമായി UN ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുമെന്നാണ്. ഇതൊരു ചരിത്രപരമായ ഇറാനുണ്ടായ നേട്ടമാണ്. ഇതുവരെ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഇറാന് അനുകൂലമാണ്. ഇതിൽ അമേരിക്കക്ക് അനുകൂലമായ ഒന്നും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് യുദ്ധത്തിന് മുമ്പ് തുറന്നു കിടക്കുകയായിരുന്നു. അതുപോലെ വാണിജ്യ ഇളവുകളും ഫണ്ടുകളും, എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള ഉപരോധങ്ങളിൽ ഉടനടി ഇളവുകൾ നൽകും. മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ ആസ്തികൾ, അതായത് ഇപ്പോൾ ഒപ്പുവെക്കുന്നതിന് മുമ്പ് തന്നെ, അന്തിമ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ ആസ്തികളും ഫണ്ടുകളും തിരികെ ലഭ്യമാക്കുകയും സെൻട്രൽ ബാങ്കിന് ഇത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്യും. ഇറാന്റെ സെൻട്രൽ ബാങ്കിന് ഇത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകും. അതോടൊപ്പം മരവിപ്പിച്ച ഫണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് $300 ബില്യൺ സഹായം നൽകുന്നു. അതോടൊപ്പം തന്നെ മരവിപ്പിച്ച ഫണ്ടുകൾ ഇറാന് നൽകാൻ തീരുമാനമാവുകയാണ്. അതേസമയം ആണവ നയങ്ങളും നിയന്ത്രണവും ഇതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ വീണ്ടും ഉറപ്പ് നൽകുന്നു. ഇവിടെ വീണ്ടും ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ ആദ്യമേ ആണവായുധം നിർമ്മിക്കുകയില്ല എന്ന് പറയുന്ന രാഷ്ട്രമാണ്. നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം IAEA മേൽനോട്ടത്തിൽ നേർപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്
60% എൻറിച്ച്ഡ് ആണ്. അതേസമയം അതിനെ കൂടുതൽ 60% നിന്നും താഴോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിഫാബ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന ചർച്ചകൾ ഇല്ല എന്നാണ്. അതേസമയം അത് നേർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഭാവിയിലെ ആണവ ആവശ്യങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണവും സംബന്ധിച്ച കാര്യങ്ങൾ അന്തിമ കരാറിൽ തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എന്താണോ സാഹചര്യം അതായിരിക്കും തുടരുക. അന്തിമ കരാർ വരുമ്പോഴേ ഇറാന്റെ ആണവ നിലയങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ ചർച്ചയുണ്ടാവുകയുള്ളൂ. അന്തിമ കരാർ വരുന്നത് വരെ നിലവിലെ അവസ്ഥ തുടരും. എന്ന് പറഞ്ഞാൽ ഈ 60 ദിവസത്തിന്റെ കാലാവധി ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ ആ കാലാവധിക്കുള്ളിൽ എല്ലാം നിർത്തലാക്കണം. അമേരിക്ക പുതിയ ഉപരോധങ്ങളോ സൈനിക വിന്യാസമോ നടത്തുകയില്ല. ഇനി ഈ കരാറുകൾ നടക്കുന്നതിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് പരിശോധിക്കുന്നത്. ഉടനടി നടപ്പിലാക്കുന്ന കാര്യം സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപനം, അത് ഉടനെ തന്നെ ഉണ്ടാവണം. എണ്ണ വ്യാപാരത്തിനുള്ള ഉപരോധ ഇളവുകൾ, ഇറാന്റെ മേലുള്ള എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണം. ഇത് ഉടനെ തന്നെ ഉണ്ടാകുന്ന ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതോടുകൂടി തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. 30 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്നത് നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കൽ, കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കൽ, സൈനിക പിന്മാറ്റം. ഇതെല്ലാം അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ ഇറാന്റെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്നെല്ലാമുള്ള അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ പിൻവലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 60 ദിവസം അന്തിമ കരാർ ഒപ്പുവെക്കൽ, അത് 60 ദിവസത്തിനിടയിൽ ഉണ്ടായിരിക്കണം. $30 ബില്യൺ സാമ്പത്തിക പദ്ധതിയുടെ രൂപരേഖ, ഇതും 60 ദിവസത്തിനിടയിൽ പൂർണ്ണമായിരിക്കണം. ഇനി ഭാവി സംയുക്ത നിരീക്ഷണ സമിതിയുടെ മേൽനോട്ടം, UN രക്ഷാസമിതിയുടെ അംഗീകാരം. ഈ കരാറിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം ഉണ്ടാകും. സംയുക്ത നിരീക്ഷണ സമിതിയുടെ മേൽനോട്ടം ഉണ്ടാകും. ഈ കരാർ ഏതെങ്കിലും വിഭാഗം ലംഘിക്കുന്നുണ്ടോ എന്ന കാര്യം നിരീക്ഷിക്കാൻ ഒരു സമിതിയുടെ മേൽനോട്ടവും ഇതിൽ ഉണ്ടായിരിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറാന് അനുകൂലമാണ്. അതേ സമയത്ത് യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് ഒരു മാറ്റം ഇറാൻ വരുത്തി. മാറ്റം എന്ന് പറയാനില്ല, കാരണം ഇറാൻ ഈ കാര്യം തന്നെയാണ് ആദ്യം പറഞ്ഞിരുന്നത്, ആണവായുധം നിർമ്മിക്കുകയില്ല, അത് ഞങ്ങളുടെ പരമോന്നത നേതാവിന്റെ ഫത്വയാണ്, അതൊരിക്കലും ഞങ്ങൾ ലംഘിക്കുകയില്ല എന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ കൃത്യമായി പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് ഒരുപക്ഷെ ഒരു നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഈ കരാറിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക മുന്നോട്ട് വച്ചിരുന്ന കാര്യങ്ങൾ, അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വച്ചിരുന്ന കാര്യങ്ങൾ ഇറാന്റെ ഭരണമാറ്റമായിരുന്നു. അവിടെ അതിനുവേണ്ടി ഒരുപാട് ചാരന്മാരുടെ ശൃംഖല തന്നെ ഇസ്രായേലും മൊസാദും CIA എല്ലാം ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. അവിടെ പ്രത്യേകം ഒരു വിഭാഗത്തെ, ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇറാനെ മിസൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയന്ത്രണം വേണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചർച്ച ഈ ധാരണാപത്രത്തിൽ ഒരിടത്തും വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഇറാൻ പ്രോക്സികൾക്ക്, ഹിസ്ബുള്ള പോലുള്ള സംഘങ്ങൾക്ക് നൽകുന്ന സഹായമാണ്. അതുമായി ബന്ധപ്പെട്ടും ഇവിടെ ചർച്ചയുണ്ടായിട്ടില്ല. എന്നാൽ ഈ ഒരു വെടിനിർത്തലിലൂടെ ഉണ്ടാകാൻ പോകുന്ന വസ്തുത, ഈ ഇറാൻ അവരുടെ പ്രോക്സികൾക്ക് യഥേഷ്ടം ആയുധം എത്തിക്കും. ഈ ഉപരോധങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇറാൻ ഈ പ്രോക്സികൾക്ക് ആയുധം നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി ഇത്രയും വലിയ സാമ്പത്തിക നേട്ടം ഇറാനെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലബനാനിലെ ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും അവർക്ക് യഥേഷ്ടം ആയുധം എത്തിക്കുക എന്നതിൽ ഇറാൻ വിജയിക്കും. അതിൽ 100% ഇറാന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല.